ചായക്കേ പാല് കുറച്ച് കുറവായിരുന്നു. മോളുടെ അമ്മ ഉണ്ടാക്കി വെള്ളുണ്ടാന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നു. ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ഷേളി ചേച്ചിക്ക് ഇടക്കിടക്ക് എടുത്ത് കഴിക്കാല്ല. കൊച്ചിനെ എങ്ങനെ എവിടെയാണ് മോളെ കുളിപ്പിക്കണത്? കൊച്ചിനെ ഷീറ്റില് താഴെ കിടത്തി കുളിപ്പിച്ചാ പോരെ? അയ്യോ ഷീറ്റില്ല, എനിക്ക് താഴെ ഇരിക്കാൻ പറ്റൂല മോളെ. ഓപ്പറേഷനെ ഇവിടെ ഒരു മുഴയുടെ ഓപ്പറേഷൻ ഉണ്ടായിട്ടേ അത് ചെയ്തിട്ട് താഴെ ഇരിക്കാൻ പറ്റില്ല. മേശ മേടിക്കാൻ പറ. ഓടെ കെട്ടിയാൻ വരൂല. അപ്പൊ ഒരു മേശ മേടിച്ചതിന്റെ മേശയിൽ വെച്ച് ഇങ്ങനെ ഇറപ്പിച്ച് നമുക്കിങ്ങനെ നിന്നിങ്ങനെ നല്ല സുഖമായിട്ട് കൊച്ചിനെ കുളിപ്പിച്ചെടുക്കാം. അപ്പൊ പിന്നെ മേശ മേടിപ്പിച്ചിട്ടൊക്കെ കുളിപ്പിക്കാം അല്ലേ? ഇനിയിപ്പോ നേരെ ഇത്രയായില്ലേ, ഈ സമയത്ത് കൊച്ചിനെ തുടക്കണോ? നാളെ രാവിലെ കുളിപ്പിച്ചെടുക്കാം. എന്നാലേ ഷേളി ചേച്ചി ഒന്ന് പോയി മേലെ കഴിച്ചു വരാം. മേലെ കഴിയാലേ ആ ഒരു ഉഷാറാവുള്ളൂ. ഷേളി ചേച്ചിക്ക് മാത്രമായിട്ട് ഒരു സോപ്പ് വേണം, എണ്ണയും വേണം. ഉച്ച മുതൽ നഖം വരെ എണ്ണ തേച്ച് ഒരു കുളി കുളിച്ചാല് ഷേളി ചേച്ചിക്ക് അങ്ങടെ ആ ഒരു തൃപ്തി കിട്ടുള്ളൂ. ആ ചേച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്ന. നമ്മളൊക്കെ സമപ്രായക്കാരാന്നറിയാം, എന്നാലും നിക്കണ വീട്ടിൽ അവർക്കൊരു ബഹുമാനം നമുക്ക് കൊടുക്കണമല്ലോ. അതാണ് ഞാൻ ചേച്ചിന്ന് വിളിക്കണേട്ടാ. അത് കുഴപ്പമില്ല. എനിക്കൊന്ന് മേലെ കഴുകണമെന്ന് സോപ്പ് എണ്ണയൊക്കെ. അതെല്ലാം ഞാൻ ബാത്റൂമിലേ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മേ, മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വരാൻ പോണേ ഉള്ളൂ. ഇതൊരു നടക്ക് പോടി. ദൈവത്തിനറിയാം, വാവനെ തുടക്കണ കാര്യം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരിക്ക് മേലെ എഴുകണ കാര്യത്തിന് ധൃതി. നീ കൊച്ചിനിങ്ങ എടുക്ക, ഞാൻ തുടക്കാം. ആഹാ, ഇനിയിപ്പൊ അമ്മ ചെയ്യാൻ പോവാണോ? അമ്മക്ക് വയ്യാത്ത കൊണ്ടല്ലേ ആളെ നിർത്തിയത്. അത് സാരമില്ലടി, ഇപ്പൊ നേരെ ഇത്ര ആയില്ലേ. അതൊന്നും പറയാനൊന്നും നിൽക്കണ്ട. ഇപ്പോഴത്തെ കാലത്ത് ആളെ കിട്ടാനൊക്കെ ഭയങ്കര പാടാ. എങ്കിലാട്ടെ.